തലപ്പത്തുള്ള തങ്ങളുടെ നേതാവിനെ നഷ്ടപ്പെട്ടിട്ടും ഇറാന്റെ IRGC നേതൃത്വം തിരിച്ചടികൾ അവിടെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. GCC കൺട്രീസാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു ഭയം, അവരെയാണ് കൂടുതലും വേട്ടയാടുന്നത്. ഇപ്പോൾ ഇന്ത്യയിലും ചില ഭാഗങ്ങളിൽ ഖമേനിയുടെ മരണത്തിന് പിന്നാലെ വലിയ തോതിലുള്ള പ്രതിഷേധം അരങ്ങേറുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പിന്നിടുമ്പോൾ അത് അക്രമാസക്തമായ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കാരണം ഖമേനി കേവലം ഒരു ഇറാന്റെ മാത്രം പരമോന്നത നേതാവല്ല. ഖമേനി ഇറാന്റെ ഭരണാധികാരി എന്നതിലുപരി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഷിയ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ഇറാഖ്, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ അനുയായികളുണ്ട്. അദ്ദേഹത്തിൻ്റെ വധം ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ, ഇസ്രായേൽ എംബസികൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ വലിയ പ്രതിഷേധങ്ങൾക്കും ആക്രമണങ്ങൾക്കും കാരണമായേക്കാം. ഇത് ആഗോളതലത്തിൽ വലിയൊരു സുരക്ഷാ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലും ഈ പ്രതിഷേധം കാണാനായിട്ട് സാധിക്കുന്നത്. ഇറാനിയൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് പിന്നാലെ കശ്മീർ താഴ്വരയിൽ പ്രതിഷേധം പടരുകയാണ്. ശ്രീനഗറിൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. പ്രതിഷേധങ്ങൾ മുൻകൂട്ടി കണ്ട് ജമ്മു കാശ്മീരിലുടനീളം ശക്തമായ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ കശ്മീർ താഴ്വരയിൽ കഴിഞ്ഞ ദിവസം മൊബൈൽ ഇന്റർനെറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. അത് ഇന്നും തുടരുകയാണ്. പ്രദേശത്ത് ക്രമസമാധാനം നിലനിർത്തുന്നതിന്റെ ഭാഗമായി മുൻകരുതൽ നടപടിയെന്ന നിലയിലാണ് ഇന്റർനെറ്റ് നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിൽ ശനിയാഴ്ച ടെഹ്റാനിൽ ഖമേനി കൊല്ലപ്പെട്ടതായി ഞായറാഴ്ച ഇറാൻ സംസ്ഥാന മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെയാണ് ഇന്ത്യ ഉൾപ്പെടെ പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ ആരംഭിച്ചത്. ഏകദേശം 15 ലക്ഷത്തോളം ഷിയ വിഭാഗക്കാർ കശ്മീരിൽ അധിവസിക്കുന്നുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ ഖമേനിയുടെ ഫോട്ടോയും വഹിച്ച് ശ്രീനഗറിൽ ഐക്യരാഷ്ട്രസഭ ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു. ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ ഒത്തുകൂടിയ പ്രതിഷേധക്കാർ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സഖ്യകക്ഷികൾക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഐക്യരാഷ്ട്രസഭ ഓഫീസിൽ നിവേദനം നൽകാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ കടത്തിവിട്ടില്ല. തുടർന്ന് അവർ റോഡ് ഉപരോധിച്ച് അവിടെ കുത്തിയിരുന്നു. 2 ദിവസത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ശാന്തത പാലിക്കാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അഭ്യർത്ഥിച്ചു. പ്രതിഷേധം പൂർണ്ണമായും സമാധാനപരമായിരുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇന്ത്യയിൽ വർഗീയ സംഘർഷങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. വിദേശത്തെ സംഭവ വികാസങ്ങൾ രാജ്യത്തിനകത്ത് ചില പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്നും അതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം ആവശ്യപ്പെട്ടു. ആരാധനാലയങ്ങളിലും മതപരമായ ഒത്തുചേരലുകളിലും ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. ഇറാൻ അനുകൂല നിലപാടുള്ള തീവ്ര പ്രഭാഷകർ വിദ്വേഷം പടർത്താൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ. ക്രമസമാധാന നില തകരാതിരിക്കാൻ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാനും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന അധികാരികളോട് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര വിഷയങ്ങളെ മുൻനിർത്തി വൈകാരികമായി ജനങ്ങളെ ഇളക്കിവിടാൻ തീവ്രവാദ സംഘടനകൾ ശ്രമിച്ചേക്കാം. ഇത്തരം നീക്കങ്ങളെ മുളയിലെ നുള്ളണം. പശ്ചിമേഷ്യയിൽ എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്നാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് രാജ്യം മുൻഗണന നൽകുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതേസമയം ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതികൾ സംഘർഷഭരിതമായതോടെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ഉന്നതതല സുരക്ഷാ യോഗം ചേർന്ന് ജില്ലകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചു. ശ്രീനഗറിലെ ലാൽ ചൗക്കിൽ ഷിയ സുന്നി വിഭാഗങ്ങൾ സംയുക്തമായി അമേരിക്കൻ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധിച്ചു. ബദ്ഗാം, പൂഞ്ച്, ബാരാമുള്ള എന്നിവിടങ്ങളിൽ പ്രതിഷേധം ശക്തമാണ്. റംബാനിൽ ഡൊണാൾഡ് ട്രംപിന്റെ കോലം പച്ചയ്ക്ക് കത്തിച്ചും പ്രതിഷേധം അരങ്ങേറി. കശ്മീരിൽ നാളെ ബന്ദിന് ആഹ്വാനമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കാർഗിലിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത കൂറ്റൻ പ്രതിഷേധ മാർച്ച് നടന്നു. ലഡാക്കിലെ ജനജീവിതം പ്രതിഷേധത്താൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ
ഷിയ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് പേർ പ്രതിഷേധിച്ചു. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ കടുത്ത മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. ഈ സാഹചര്യത്തിലായിരുന്നു കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ മരണത്തെ നേരിട്ട് അപലപിക്കാതെയാണ് ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത്. ഖമനേയി മരിച്ച് 48 മണിക്കൂർ കഴിയുമ്പോഴും ഇക്കാര്യത്തിൽ നയതന്ത്രം പാലിക്കുകയാണ് രാജ്യം. ഇറാൻ ആക്രമണത്തിൽ ഗൾഫിലെ പ്രവാസി ഇന്ത്യക്കാരുടെ സംരക്ഷണത്തിലാണ് രാജ്യം ആശങ്ക പ്രകടിപ്പിക്കുന്നത്. അതിനിടെ ഖമനേയിയുടെ മരണത്തിൽ ശ്രീനഗറിൽ പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. ശബ്ദമുയർത്തണമെന്ന് ഡൽഹിയിലെ ഇറാൻ എംബസി ആവശ്യപ്പെട്ടിട്ടും അനുശോചനത്തിനായി ഖമനേയിയുടെ പേരെടുത്ത് പറയാൻ പോലും കേന്ദ്രം തയ്യാറായിട്ടില്ല. അതേസമയം UAEക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങളെ ഇന്ത്യ അപലപിച്ചു. ആക്രമണത്തിൽ മോദി അനുശോചനം അറിയിച്ചു. ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ഇന്ത്യ UAEക്കൊപ്പമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഖമനേയിയുടെ മരണത്തിലുള്ള പ്രതിഷേധ സാഹചര്യങ്ങൾ ജമ്മു കാശ്മീരിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. ലാൽ ചൗക്ക് സീൽ ചെയ്തു. ഇന്റർനെറ്റ് വിലക്ക് പലയിടങ്ങളിലും തുടരുന്നു. സഞ്ചാരത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീനഗറിൽ വിലക്ക് മറികടന്നും പ്രതിഷേധം തുടരുകയാണ്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ കയ്യാങ്കളിയായി. പ്രകോപന പ്രതികരണങ്ങളെ തിരിച്ചറിയണമെന്നും ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് വളരെ പ്രകോപനപരമായിട്ടുള്ള ഏതെങ്കിലും മുദ്രാവാക്യങ്ങളോ അല്ലെങ്കിൽ പരിപാടികളോ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കശ്മീരിലടക്കം വലിയ ഒരു ആൾക്കൂട്ടം തന്നെയാണ്, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു ആൾക്കൂട്ടം തന്നെയാണ് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തുന്നത്. ഇവിടെ മാത്രമല്ല, പലയിടത്തും പാകിസ്ഥാനിലെ കറാച്ചിയിലടക്കം ഖമനേയിയുടെ മരണത്തിന് പിന്നാലെ ഒരു കൂട്ടം വിഭാഗം രംഗത്തിറങ്ങി വലിയ പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ എംബസി അടക്കം അടിച്ചു തകർക്കുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യുദ്ധം ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരിച്ചടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലും ഭീതി പടർത്തിക്കൊണ്ടുള്ള ഇറാന്റെ തിരിച്ചടികൾ അവിടെയുള്ള പ്രവാസികളടക്കമുള്ള ആളുകളുടെ ജീവനെ അതിനെക്കുറിച്ചുള്ള സുരക്ഷയിൽ ആശങ്ക പരത്തുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങളും അതത് രാജ്യങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും യുദ്ധം വളരെ വേഗത്തിൽ തന്നെ അവസാനിക്കാനുള്ള ഒരു നീക്കം ഉണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.